ചെയ്തത് സിദ്ധു ആണെങ്കിലും അല്ലെങ്കിലും വീണത് പ്രഭാവതി എന്ന് വെച്ച ശരത്തിന്റെ അമ്മ. അവൻ അത്ര നല്ലവനൊന്നുമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ കർമ്മഫലം അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ ചെയ്താൽ മതിയല്ലേ, വെറുതെ തലപുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലേ. അതാണ് നല്ലത്. അമ്മ, പ്രഭാവതി അമ്മയെ കണ്ടോ? അതെ, ഞാൻ കണ്ടാലെന്ത് കണ്ടില്ലെങ്കിലും അയ്യോ, ഒന്ന് അവിടം വരെ കൊണ്ടുപോന്ന് പറഞ്ഞപ്പോ നിനക്കൊന്നും പറ്റില്ലായിരുന്നല്ലോടാ. ഞാൻ കണ്ടോ ഇല്ലയോന്നൊന്നും നീ അറിയണ്ട. കണ്ടില്ല. അറിയണ്ടെന്ന് പറഞ്ഞില്ലേ? എവിടെയാടാ അവർ രണ്ടുപേരും? ഇവിടെ ഇല്ല. എവിടെ പോയി? എനിക്കറിയത്തില്ല. നിന്നോടൊന്നും പറയാതെയാണോടാ ഇറങ്ങിപ്പോയത്? അയ്യോ, കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ പോകുമ്പോ പറഞ്ഞിട്ട് പോവാൻ. അയ്യോ എടാ, എന്തിനും ഏതിനും അവരെ നീ ന്യായീകരിച്ചോടാ. അവസാനമേ അവര് നിന്റെ തലയെടുത്തു. എന്റെ തലയല്ലേ, ആ പേടി എനിക്കില്ല. അനുഭവം വരുമ്പോ പഠിച്ചോളൂടാ. ഇവിടുന്ന് പോകുമ്പോ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. സാധാരണ മക്കളാ അങ്ങാടി തോറ്റാണ് അമ്മയുടെ നെഞ്ഞത്തോട്ട് കയറുന്നേ. ഇവിടെ നേരെ തിരിച്ചാണല്ലോ, അമ്മ എന്റെ നെഞ്ഞത്തോട്ടാണല്ലോ കയറുന്നേ. എനിക്ക് മനസ്സിലായി അവരെവിടെ പോയെന്ന്. കോടതി പോയി അല്ലേ? എന്റെ അമ്മ, ഞാൻ പറഞ്ഞില്ല എനിക്ക് അറിയത്തില്ലെന്ന്. സിദ്ധുന് ജാമ്യം ഒന്നും കിട്ടാൻ പോന്നില്ല, അവനെ ജയിലിലടയ്ക്കും. അല്ല, അപ്പൊ അമ്മയ്ക്ക് സന്തോഷാവൂ? എടാ, കയ്യിലിരിപ്പ് ശരിയാവണോടാ. എന്റെ ഇപ്പോഴത്തെ സംശയം പാർവതിയെ കാണാതായതിന്റെ പിന്നിലും സിദ്ധുവാണെന്ന. ഇത് ചെയ്തവൻ അതും ചെയ്യും. അമ്മയ്ക്ക് മുഴുത്ത ഭ്രാന്ത, അതുകൊണ്ടാ ഇത്തരം വിവരക്കേടുകൾ എഴുന്നള്ളിക്കുന്നേ. അതേടാ, അതുകൊണ്ടാണല്ലോ ഓരോ ദിവസം കഴിയുന്തോറും ഈ വീട്ടിലെ ആളെണ്ണം കുറഞ്ഞു വരുന്നേ. അവസാനം അവള് മാത്രമാവും. അപ്പോഴേ നീ പഠിക്കൂ. ഒന്നും പ്രതീക്ഷിച്ചല്ലമ്മേ ഞാൻ ജീവിക്കുന്നു. 2 മക്കൾ മരിച്ചുപോയതിന്റെ സങ്കടം ദിവസവും അനുഭവിക്കുന്നതാ ഞാൻ. എൻ്റെ ഈ ജീവിതത്തിൽ ഇനിയൊന്നും നേടാനില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു പേടി ഒന്നിനോടും. ഇന്നെന്താണാവോ വാർത്ത? പോസിറ്റീവോ അതോ നെഗറ്റീവോ? പകുതി പോസിറ്റീവ്, പകുതി നെഗറ്റീവ്. ശരത്തിന്റെ അമ്മയെ കാറടിച്ച് കൊല്ലാൻ നോക്കിയ കുറ്റത്തിന് സിദ്ധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സിദ്ധു കാറടിച്ച് കൊല്ലാൻ നോക്കുന്നു? ഞാനത് വിശ്വസിക്കില്ല. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആദ്യം ഞാനും വിശ്വസിച്ചില്ല. പിന്നെ തെളിവുകളൊക്കെ കണ്ടപ്പോഴാ. എല്ലാ തെളിവുകളും സിദ്ധുവിനെതിരാ വിഷ്ണു. ഈ കേസിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും സിദ്ധുവിന് ഊരി പോരാൻ പറ്റില്ല. അപ്പൊ എന്റെ പുറത്തിറങ്ങല്? അതാണ് ഈ വിഷയത്തിലെ നെഗറ്റീവ്. വിഷ്ണുവിന്റെ പുറത്തിറങ്ങല് കുറച്ചുകൂടി നീളും. അതൊന്നും നടക്കില്ല ചന്ദ്ര. എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങിയേ പറ്റൂ. എന്റെ പൊന്നു വിഷ്ണു, വിഷ്ണുവിന് വേണ്ടി വാദിക്കാൻ ഏതെങ്കിലും ഒരു വക്കീൽ തയ്യാറാവണ്ടേ? വിഷ്ണുവിന്റെ സംസാരം കേട്ടാ തോന്നും ഞാൻ ശ്രമിക്കാത്തത് കൊണ്ടാ ഒന്നും നടക്കാത്തെന്ന്. ഞാനെന്ന് വാദിക്കാന്ന് വെച്ചാൽ വിഷ്ണുവിനത് സമ്മതമല്ല. ഒരു വക്കീലും ഇല്ലാത്തതുകൊണ്ടല്ലേ നമുക്ക് സിദ്ധുവിന്റെ കാല് പിടിക്കേണ്ടി വന്നത്. എല്ലാം തയ്യാറായതായിരുന്നു, അപ്പോഴേ ഇങ്ങനൊരു കുരുക്ക്. എന്നോട് നീ നുണയൊന്നും പറയണ്ട. ആ അപകടം മറ്റാരെങ്കിലും സൃഷ്ടിച്ചതായിരിക്കും. അതിൽ ചെന്ന് പെട്ടതായിരിക്കും അവൻ. അല്ല, CCTV വണ്ടിയൊക്കെ കാണാം. വണ്ടി കാണാം, വണ്ടി ഓടിച്ച് ആളെ കാണാമോ? അതാ പറഞ്ഞത്, അതൊരിക്കലും സിദ്ധു ചെയ്തായിരിക്കില്ലെന്ന്. മിക്കവാറും ഇത് അവന്റെ ബുദ്ധി തന്നെ ആയിരിക്കും, ആ ശരത്തിന്റെ. സ്വന്തം അമ്മയെ ആരെങ്കിലും കൊല്ലാൻ നോക്കൂ വിഷ്ണു? സ്വന്തം ഭാര്യ ആരെങ്കിലും മറ്റൊരുത്തോണ്ട് ജീവിക്കാൻ വിടും? ഇതും ഭാര്യയായിട്ട്. അത് നടക്കുമെങ്കിലേ ഇത് നടക്കും. അതൊക്കെ പോലീസ് തെളിയിക്കട്ടെ. പിന്നെ പോലീസ് തെളിയിച്ച് നീ വേറെ പറ, വെറുതെ തന്നെ ചിരിപ്പിക്കല്ലേ. എന്തായാലും ഡിവോഴ്സ് നീണ്ടു, അതിലാ എനിക്ക് സന്തോഷമുള്ളത്. നിനക്ക് ഡിവോഴ്സ് നീണ്ടല്ലേ സന്തോഷം? എനിക്കിവിടെ നിന്ന് പുറത്തിറക്കാൻ പറ്റാത്തതിന്റെ സങ്കടവും. നമ്മൾ രണ്ടും 2 ട്രാക്കിലാണ് ഓടുന്നേ. ഇത് അധികകാലം പോവോ ചന്ദ്രേ? നമ്മുടെ ബന്ധം തകരാതെ നോക്കേണ്ടത് നിന്റെ ബാധ്യത. അല്ലെങ്കിൽ അതിന്റെ ദോഷവും നിനക്ക് തന്നെ ആയിരിക്കും.
അനുഭവിക്കേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട.